പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ആയുസ്സിൽ കാണാത്ത ഒരു പുതിയ പ്രഭാതം, പുത്തൻ പുലരി കൂടെ ദൈവമായ കർത്താവ് നമുക്ക് നൽകി തന്നതോർത്ത് ദൈവനാമത്തിന്, കർത്താവിന് എല്ലാ മാനവും മഹത്വവും നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാതം ദൈവവചന ചിന്തയോടെ ആരംഭിക്കാൻ തക്കവണ്ണം ഒരു വേദവചനം വായിച്ചു കേൾപ്പിക്കുന്നു. 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 4 വേഴ്സ് 4. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. വളരെ പരിചിതമായ അറിയാവുന്നൊരു വചനമാണ്. പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് എനിക്ക് തോന്നുന്നൊരു മെസ്സേജ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നാമത്തെ വാക്ക്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. നമ്മുടെ ഒറിജിൻ എവിടുന്നാണ്? ഇന്ന വീട്ടിലെ കുട്ടിയാണ്, ഇന്ന വീട്ടിൽ നിന്നാണ്, ഇവരുടെ സോഴ്സ് ഇതാണ്, ഇന്ന കുടുംബ വീടാണ് എന്നൊക്കെ പറയുന്നത് പോലെ ഒന്നാമത്തെ വാക്ക് പറയുന്നത് നിങ്ങളുടെ സോഴ്സാണ് പറയുന്നത്. സോഴ്സ്, ഉറവിടം. ഇപ്പോൾ ആയിരിക്കുന്നിടം എങ്ങനെയൊക്കെ ആയിരുന്നു എന്നായാലും നിക്കോദിമോസിനോട് പറയുന്നത് പോലെ അതെ, വീണ്ടും ജനനം പ്രാപിക്കുക. അതെങ്ങനെ അമ്മയുടെ ഉദരത്തിൽ കിടന്ന് വീണ്ടും ജനനം പ്രാപിക്കുന്നത്? അല്ല, ജലത്താലും വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണമെന്ന് പറഞ്ഞ് ഒരു വീണ്ടും ജനനത്തിന്റെ ആ ബോധ്യം, അതിന്റെ പേരാണ് ഇവിടെ പറയുന്നത് ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിക്കുന്നു എന്ന് വായിക്കുന്നു. അപ്പോ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു എന്ന് പറഞ്ഞാൽ ഒറിജിൻ, ഉത്ഭവം, അത് ദൈവത്തിൽ നിന്നാണ്. ആരംഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് എന്നാണ് അർത്ഥം. ഉത്ഭവം ദൈവത്തിൽ നിന്നാണ്, നമ്മുടെ സ്വന്തമല്ല, സ്വയമേവ അല്ല, സ്വയംഭൂവല്ല, മറിച്ച് ദൈവത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എവിടെ നിന്നാണോ ആരംഭിക്കുന്നത് ആ സ്വഭാവം ഉണ്ടാകും. ഒരുപക്ഷെ ആ പ്രകൃതം അതായിരിക്കും, ആണ് എന്ന് വരത്തില്ല. ഒരു കോഴിമുട്ട എടുത്താൽ ആ കോഴിമുട്ടയും കോഴിയായിട്ട് ഒരു ആ രൂപഭംഗി കൊണ്ട്, രൂപഗുണം കൊണ്ട് ഒരു രൂപവും ഇല്ല. കോഴിമുട്ട ഒരു ഓവൽ ഷേപ്പിലിരിക്കും, അത് ഉരുണ്ടുപോകും, പൊട്ടിത്തെറിക്കും. എന്നാൽ കോഴിയെ കണ്ടാലോ, ഒരു കോഴിപ്പൂവനാണെങ്കിൽ അങ്കവാലും നല്ല പൂവൊക്കെയുള്ള കോഴിപ്പൂവൻ, അല്ല ഒരു പെടക്കോഴിയാണെങ്കിൽ മുട്ടയിടുന്ന കോഴി പെട്ടെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്നാൽ ഈ കോഴിപ്പൂവനും അങ്കവാലുള്ള കോഴിപ്പൂവനും അതേ മുട്ടയിടുന്ന കോഴി പെടക്കോഴിയുമായിട്ട് ഈ മുട്ടയ്ക്കൊരു ബന്ധവുമില്ല. പക്ഷേ ഇത് വന്നിരിക്കുന്നത് അതിൻ്റെ ഒറിജിൻ ആ കോഴിയിൽ നിന്നാണ്. ഈ ഒരു കോഴിമുട്ടയിൽ നിന്ന് അത് നമ്മൾ കഴിക്കുന്ന മുട്ടയല്ല പറയുന്നത്. അത് അമ്മമാർ കണ്ടാൽ അതിനെ എടുത്ത് പൊരുന്നു വെച്ചാൽ 21 ദിവസം കഴിയുമ്പോൾ ഒരു കുഞ്ഞു വിരിഞ്ഞു വരും. അതിൽ 100 കണക്കിന് മുട്ടകളാണ് വരുന്നത്. ഒരു ആപ്പിൾ സീഡിനകത്ത്, അത് എറിഞ്ഞു കളയുന്ന കുരുവിനകത്ത് ആപ്പിളുമായിട്ട് കണ്ടാൽ ഒരു സാമ്യമില്ല. പക്ഷേ 100 കണക്കിന് ആപ്പിളാണ് അതിനകത്ത് നിന്ന്. വേണമെങ്കിൽ ജനറേഷൻ ബൈ അങ്ങനെ ആപ്പിളാണ് അതിനകത്ത് നിന്ന് വരുന്നത്. ദൈവത്തിൽ നിന്നാണോ ആ സ്വഭാവം നമ്മളിൽ ഉണ്ടാകും. ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ സഹിഷ്ണുത, ദൈവത്തിന്റെ ക്ഷമ, ദൈവത്തിന്റെ സ്വഭാവം നമ്മളിലുണ്ട്. ദൈവത്തിൽ നിന്നാണോ ആരംഭിക്കുന്നത് അത് നമ്മളിൽ ഉണ്ടാകും. അങ്ങനെ ദൈവത്തിൽ നിന്നാണ് ആരംഭിക്കുന്നതെങ്കിൽ അവിടെ ഒരു പവറുണ്ട്, ഒരു ശക്തിയുണ്ട്. അവരെ ജയിച്ചുമിരിക്കുന്നു. എതിരായിട്ട് വരുന്ന ശക്തികളെ, നമ്മളുമായിട്ട് യുദ്ധം ചെയ്യുന്ന ശക്തികളെ, അത് കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. അപ്പോൾ ഒരു യുദ്ധമുണ്ട്. യുദ്ധമുള്ളിടത്താണ് ജയവും തോൽവിയുള്ളത്, അല്ലെങ്കിൽ ഒരു പരീക്ഷ ഉള്ളിടത്താണ് ജയവും തോൽവിയുള്ളത്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പൊ പാതാള ഗോപുരത്തെ ജയിക്കാൻ തക്ക ഒരു ശക്തി ദൈവമകത്ത് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഒന്നാമത്തെ വാക്ക് പറയുന്നു, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. നിങ്ങളുടെ ഒറിജിൻ ദൈവമാണ്, ആരംഭം ദൈവമാണ്, ആരംഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. നിങ്ങളുടെ ഒറിജിനാലിറ്റി ദൈവത്തിൽ നിന്നാണ്. 2, ആരംഭം ദൈവത്തിൽ നിന്നായിരിക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ കാര്യം പറയുകയാണ്, അതെ, അവരെ ജയിച്ചുമിരിക്കുന്നു. ഈ ലോകത്തിലെ നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തങ്ങളോടല്ല, ഈ ലോകത്തിലെ അന്ധകാര ശക്തികളോട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോട് യുദ്ധമുണ്ട്. അത് പൈശാചിക ലോകത്തോടാണ് നമുക്ക് യുദ്ധമുള്ളത്, സാത്താന്യ വേൾഡിനോടാണ് യുദ്ധമുള്ളത്. ആ ഒരു ലോകത്തോട് യുദ്ധമുണ്ട്. പക്ഷേ ആ സാത്താന്യ ലോകം നമ്മളെ തോൽപ്പിച്ചു കളയത്തില്ല. പൈശാചിക ശക്തിക്ക് ചിലപ്പോൾ മനുഷ്യരിലൂടെയാകാം, ചിലപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നവരിലൂടെയാകാം. പക്ഷേ
ആ ആ ആ യുദ്ധത്തിനകത്ത് നമ്മളെ തോൽപ്പിക്കാൻ പൈശാചിക ശക്തിക്ക് കഴിയുകയില്ലവേ ഇല്ല. കാര്യം നമ്മൾ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ജയിക്കാനൊരു കാരണമുണ്ട്. നമ്മുടെ മുമ്പേ പോയ കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയവീരൻ നമ്മുടെ ലീഡറായിട്ടുള്ളത് കൊണ്ടാണ് ലോകത്തെ നാം ജയിച്ചിരിക്കുന്നത്. അടുത്തൊരു വാക്ക് പറയുന്നുണ്ട്, അതായത് ഇതിലെല്ലാം പ്രധാനമായ വാക്ക്, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ള ഉള്ളവനേക്കാൾ വലിയവനാകുന്നു. ഈ വചനം പറയുമ്പോ 4-ാം അധ്യായം 7-ാം വാക്യം 2 കൊരിന്ത്യർ ലേഖനം പറയുന്നത്, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല എന്ന് വരേണ്ടതിന് മൺകൂടാരത്തിനകത്തത്രേ പകർന്നു വെച്ചിരിക്കുന്നത്. ഈ മൺകൂടാരത്തിനകത്ത്, ഈ ബോഡിക്കകത്ത്, ഈ മൺകൂടാരത്തിനകത്ത് ദൈവത്തിന്റെ ശക്തി ഇരിപ്പുണ്ട്. അതിനെ നമ്മൾ പല രീതി വിളിക്കും. സ്പിരിറ്റ് ഓഫ് ലോർഡ്, ദൈവത്തിന്റെ ആത്മാവ്, ദൈവിക ശക്തി. ഈ മൺകൂടാരത്തിനകത്ത് പകർന്നിരിക്കുന്ന അത്യന്ത ശക്തി, ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ആത്മാവ്. ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളുടെ മർത്യശരീരങ്ങളെ ഉയർപ്പിക്കും. അപ്പൊ ഇങ്ങനെ പല പേരുകൾ അറിയപ്പെടും. ഈ ശക്തി, ഈ ദൈവത്തിന്റെ സാരാംശം, ദൈവത്തിന്റെ ആ തത്വമുണ്ടല്ലോ, നമ്മുടെ അകത്തടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. നിങ്ങളിലുള്ളവൻ ഈ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ. ഈ ലോകത്തുള്ളതിനേക്കാൾ വലിയൊരുവൻ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ബാഹ്യശക്തികളെ പേടിക്കണ്ട. കൂരിരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടിയിരിക്കുന്നു. ദാവീദ് പറയുന്ന വാക്കാ, കർത്താവ് നമ്മളോട് കൂടിയിരിക്കുന്നു. ഈ അത്യന്ത ശക്തി നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ഈ ഗൈഡായി, മെന്ററായി, കൗൺസിലറായി, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ സകല സത്യത്തിലേക്കും വഴി നടത്തും. കൗൺസിലറായി, മെന്ററായി നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ഈ ലോകത്തിലൊരു ശക്തിക്ക് പരാജയപ്പെടുത്തി കളയുവാൻ കഴിയുകയില്ല. ഈ 3 വാക്കുകൾ ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ചാൽ, ഇത് പറയുന്നത് യോഹന്നാൻ അപ്പോസ്തലനാണ് പറയുന്നത്. വന്ധ്യവയോഗ്യതനായ, മരണത്തോടടുത്തിരിക്കുന്ന ജീവിത സായാഹ്നത്തിൽ തന്റെ സഭകളെ നോക്കി അദ്ദേഹം പറയുന്ന വാക്കുകളാണ്, കുഞ്ഞുങ്ങളെ. വയോധികനായ യോഹന്നാൻ, ഏറ്റവും അവസാനം സ്വാഭാവിക മരണം വരിക്കപ്പെട്ട യോഹന്നാൻ അപ്പോസ്തലൻ, അദ്ദേഹം സഭയെ നോക്കി പറയുക, വിശുദ്ധന്മാരെ നോക്കി പറയുക, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാ. നിങ്ങളുടെ ഒറിജിൻ ദൈവത്തിലാ. നിങ്ങളത് അറിയണം. നിങ്ങളുടെ ഒറിജിൻ ദൈവത്തിലാണ്. അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളുടെ കൂടെയുള്ള അതേ പൈശാചിക ശക്തികളെ ജയിച്ചുമിരിക്കുന്നു. 3, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. ഇതൊന്ന് തിരിച്ചറിയട്ടെ. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. ലോകത്തുള്ളവനേക്കാൾ വലിയവനാകുന്നു. ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തെ അങ്ങയുടെ നാമത്തിൽ കൈമാറുന്നു. കർത്താവേ, ജനത്തിന്റെ ഹൃദയത്തെ ഉറപ്പിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. അവരെ, സാഹചര്യത്തെ, ഈ പ്രതിസന്ധിയെ ഓവർകം ചെയ്തുമിരിക്കുന്നു, ജയിച്ചുമിരിക്കുന്നു. കാര്യം നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാകുന്നു. അങ്ങനെ തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കുന്നു, ആത്മാവിൽ ബലപ്പെടുത്തും, അസാധാരണ ശക്തി കൊണ്ട് നിറയ്ക്കുന്നു, ദൈവകൃപ കൂടിയിരിക്കും. ലോകത്തുള്ളവനേക്കാൾ വലിയവൻ ഉള്ളിലിരിക്കുന്നതിനായി നന്ദി പറയുന്ന കർത്താവേ, ആ ശക്തി ഒന്ന് തിരിച്ചറിയുവാൻ ജനത്തെ അതേ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന ഇരിക്കാൻ സ്തോത്രം. എല്ലാ മാനവത്തോടെ നിൽക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചിറകടിയിൽ നമ്മളെ മറക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.